ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ സ്മിത ആൽവി. ഇന്ന് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഈ സെൽഫ് മേക്കപ്പ് എങ്ങനെയാണ് ചേച്ചി ചെയ്യുന്നത്, ഇപ്പം ചേച്ചിയൊക്കെ ചെയ്യുമ്പോഴത്തെ നോർമൽ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഫേസിൽ നിറച്ച് പാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഞാൻ കൺസീലർ, ഫൗണ്ടേഷൻ ഇങ്ങനെയൊക്കെ ഉള്ളത് യൂസ് ചെയ്തായിരുന്നു ആദ്യത്തെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് എന്തോ അത് കുറേ കംഫർട്ടല്ലേ. ഞാൻ ആൻറ്റി മാർക്കിൻ്റെ ഫേഷ്യൽസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ എൻ്റെ ഫേസിൽ പിമ്പിളോ അല്ലെങ്കിൽ പാടുകളോ, പിമ്പിളോ ഒന്ന് രണ്ടെണ്ണോ ഒക്കെ വരും. കാരണം എൻ്റെ അത്രയും സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം അത്യാവശ്യം പിമ്പിളൊക്കെ വരാറുണ്ട്, പാടുകളും ചെറുതായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അപ്പോഴും തന്നെ ഞങ്ങൾ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം നമ്മുടെ ഫേസ് ആദ്യം ക്ലീൻ ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസ് ക്ലീൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിനിമൽ പ്രോഡക്ട്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു അടിപൊളി ന്യൂഡ് മേക്കപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ പ്രോഡക്റ്റ് ഇട്ടാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ ഇച്ചിരി വലിയ പാക്ക് ആയതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അതായത് PSCയുടെ അക്വാ ബ്ലാസ്റ്റിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പ്ലമ്മിന്റെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ PSCയുടെ അക്വാ ബ്ലാസ്റ്റ് കുറച്ച് നല്ലതാണ്. അത് ഇട്ടതിന് ശേഷം ഞാൻ ഈ ഒരു സൺക്രീം, ഇതെന്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഈ ഒരു സൺക്രീമാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അതായത് ഫിക്സ് ഡെർമയുടെ ഷാഡോ 50+ ക്രീമാണ്. ഇതിന്റെ തന്നെ ജെൽ ടൈപ്പ് ഉണ്ട്. നോർമലി ഞാൻ ഇതിട്ട് ശേഷം ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഇതൊന്നുമില്ല, ഇതൊരു പോൺസിന്റെ നോർമൽ പൗഡറാണ്. അത് കഴിഞ്ഞിട്ട് കെ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ബ്ലഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് സോഫ്റ്റൺ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. കെ ബ്യൂട്ടിയുടെ ഈ സോഫ്റ്റൺ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു ഫ്ലഷി ആയിട്ടുള്ള ഒരു ഫീലാണ്. പക്ഷെ ഒരു ബേബി പിങ്ക് എന്നൊക്കെ പറയാം, ആ ഒരു ഷെയ്ഡാണ്. പേര് പോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അധികം നമുക്ക് എടുത്ത് കാണിക്കോ എന്നാൽ നമുക്കൊരു ബ്ലഷ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫീലും ഒക്കെ വരും. പെട്ടെന്ന് തന്നെ ഇത് ബ്ലെൻഡ് ആയി പോവുകയും ചെയ്യും. ജസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ കണ്ടാൽ നമുക്ക് സ്കിന്നിൽ അങ്ങ് ബ്ലെൻഡ് ആവും. കുറച്ച് അത്ര വലിയൊരു ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യത്തുമില്ല. ഞാൻ ജസ്റ്റ് നോസിലും ഈ ഒരു ചിൻ ഏരിയ ഇത്രയും മാത്രമേ ഇട്ട് കൊടുക്കൂ. പക്ഷെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ രണ്ടാമത്തതാണ് കേട്ടോ. ഞാൻ 2-3 മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ണിൽ കുറച്ച് ഈ പ്ലമ്മിൻ്റെ എന്താ പറയുക ഐഷാഡോ, ഇത് വന്നിട്ട് ഇതിൻ്റെ പീച്ച് ഔട്ട് എന്ന് പറഞ്ഞിട്ട് 121 പീച്ച് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. അത് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. പെട്ടെന്നുള്ള നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഒന്ന് ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകണം എന്നുള്ളവർക്ക് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനങ്ങളല്ല, വെറും സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മസ്കാര, ഇതും പ്ലമ്മിൻ്റെ തന്നെയാണ്. ഈ പ്ലമ്മിൻ്റെ ഒരു മസ്കാരയാണ് ഞാൻ നോർമലി ഇടുന്നത്. അതിനുശേഷം നമ്മുടെ മെയിൻ സാധനമാണ് ലിപ്സ്റ്റിക്കിന് നമുക്ക് എപ്പോഴും ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ഇതെൻ്റെ രണ്ടാമത്തെ പെൻസിലാണ് കേട്ടോ. ഇത് ഞാൻ നോർമലി ചെയ്തിട്ട് പെട്ടെന്ന് തീരുന്ന ഒരു സാധനമാണ് എനിക്ക്. ഇതെന്ന് പറഞ്ഞാൽ കേയുടെ തന്നെ ഫെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അത് വന്നിട്ട് കുറച്ച് ഡാർക്കറാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഡാർക്കാണ്. കെ ബ്യൂട്ടിയുടെ ഫെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണിത്. ഇത് ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം കുറേ ലിപ്സ്റ്റിക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഈ ഒരു ഷെയ്ഡ്. ഇത് പുതിയതാണ് കേട്ടോ, പക്ഷേ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. പുതിയൊരു ഷെയ്ഡാണ്, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇന്നലെ ലുലുവിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുമ്പം പ്യുവർ കളർ ലിപ്സ്റ്റിക് മാറ്റ് 333 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ വന്നിട്ട് മാക്കിൻ്റെ, ഇതൊക്കെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അത്യാവശ്യം പെട്ടെന്നൊന്ന് ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാം. ഇതൊന്നും പിഗ്മെൻറ്റേഷൻ അധികം വരുന്നതല്ല. ഈ പുതിയ പ്രോഡക്റ്റിൻ്റെ എനിക്ക് അറിയത്തില്ല കേട്ടോ, ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ മാക്കിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും നമുക്ക് പിഗ്മെൻറ്റേഷനോ ഒന്നും വരാത്തൊരു പ്രോഡക്റ്റാണ്. അത്യാവശ്യം നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡർ കിസ്സാണ് കേട്ടോ. ഡിവോട്ടഡ് ചില്ലി എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ. ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും ഇത് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലിപ്പിൽ വേറെ ഷെയ്ഡ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരത്തില്ല, കുറച്ച് ബെറ്ററാണ്. നമുക്ക് ഇപ്പം ഭയങ്കര മേക്കപ്പ് ഒന്നും വേണ്ട, ഭയങ്കര ന്യൂഡായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ ലിപ് ലൈനർ, അത് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബോബി ബ്രൗണിൻ്റെ ടിൻറ്റഡ് ആയിട്ടുള്ളൊരു ബാം പോലെയാണ്, ചെറിയൊരു ബേബി പിങ്ക് പോലെ ഗ്ലോസ് മാത്രം കാണും. ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡും വരും, ഒരു ഗ്ലോസ് ലുക്കായിരിക്കും. അത് നമുക്ക് ചെയ്താലും ഭയങ്കര രസമാണ്
സംഭവമാണ് കേട്ടോ. ഒരിക്കൽ ഇത് ചെയ്തിട്ട് നിന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ബ്രൈഡ് വന്നിട്ട് പറഞ്ഞു ഇതേപോലെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഇതെങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന്. ഈ ഒരു സംഭവം ഞാൻ പരിചയപ്പെട്ട് കൊടുത്തായിരുന്നു. പുള്ളിക്കാർ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സെയിം സംഭവം ബോബി ബ്രൗണും ഈ ഒരു ഷെയ്ഡ് ലിപ് ലൈനറും. അപ്പോൾ ഇത് ഭയങ്കര രസമാണ്, നിങ്ങളൊന്ന് കോമ്പിനേഷൻ ചെയ്ത് നോക്കുക. ഇത് വന്നിട്ട് വേറെ ഒന്നുമില്ല, നോർമലി ഒരു ലിപ്സ്റ്റിക്ക് തന്നെ പ്ലമ്മിൻ്റെ തന്നെ നമ്മുടെ അഡിക്റ്റീവ് അൽമണ്ട എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. കോസ്റ്റ്യൂമിനനുസരിച്ച് ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ഇതൊന്നും വേറെ ഒന്നുമില്ല, ഇത് ചെറിയൊരു മിററാണ്. ഇത്രയുമാണ് എൻ്റെ ഈ ഒരു ബാഗിനകത്തുള്ളത്. ഇത് സെൻസിറ്റീവ് സ്കിന്നും കൂടെയാണ്, ഞാൻ ഇപ്പോഴേ പറയാം കേട്ടോ. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ആണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.